ഇറ്റ്സ് മീ ഡാന, വെൽക്കം ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് വൈകിട്ട് നമുക്ക് കഴിക്കാൻ ഒരു സാലഡ് പോലെ ഒരു സാധനം ഉണ്ടാക്കുവാണ്. ഇത് നമ്മുടെ വൻപയറാണ്. അപ്പം വൻപയർ ഞാൻ 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്കൊരു സാലഡ് പോലെ സെറ്റ് ചെയ്തെടുക്കാം. ആക്ച്വലി നന്നായിട്ട് വിശന്നിരിക്കും. ഇപ്പം ഇത് കുക്ക് ചെയ്യേണ്ടാത്ത സംഭവം ആയതുകൊണ്ട് ഞാനിപ്പം ഇവിടെ നമ്മുടെ പുറത്തിരുന്നാണ് ചെയ്യുന്നത്. അകത്ത് കിച്ചണിൽ ഇപ്പം നമുക്ക് സ്റ്റൗവിൻ്റെ ആവശ്യമൊന്നുമില്ല. അവിടെ അല്ലെങ്കിലും ഭയങ്കര ഡാർക്കാണ്. അപ്പം കുഴപ്പമില്ല, ഇവിടെ എല്ലാവർക്കും നല്ലോണം കാണാൻ പറ്റുന്നത്. ക്ലിയർ ആണോ ചേച്ചി മോളെ? ഓക്കെ. എനിവേ, ആദ്യം നമ്മുടെ വൻപയർ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സാധനം എന്താണെന്ന് അറിയാമോ ചേച്ചി? സവാള. കെൻ യു ഗിവ് മീ സവാള പ്ലീസ്? ഓക്കെ, സവാള ഇതിനകത്തിടാം. അയ്യോ, ഒരു കൈ വെച്ചുള്ള ഇവിടെ ചെയ്തിട്ട്. ഓക്കെ, സവാള ഇട്ടിട്ട് ഇളക്കാം. കഴിച്ചിക്കാണോ ചേച്ചി? ഇനി നെക്സ്റ്റ് ചില്ലി 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 ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഇളക്കാം. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ചേച്ചി? കേൾക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്തുവാ? തക്കാളി. യെസ്, ഗിമ്മി തക്കാളി. തക്കാളി. ഓക്കെ. തക്കാളി. ഇനി അപ്പോൾ പച്ചമുളക്, സവാള, തക്കാളി ഇത് 3 ഇട്ടിട്ട് നമ്മൾ സെറ്റ് ആക്കുവാണ്. ഇനി നെക്സ്റ്റ് എന്താണെന്ന് അറിയാമോ കേസ് മോള്? നെക്സ്റ്റ് സോയാ സോസ്. സോയാ സോസ് തരാമോ? നെക്സ്റ്റ് ഇത്തിരി സോയാ സോസ്, ഇത്തിരി മതി. ഇത്തിരി സോയാ സോസ്. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് വൺ നമ്മുടെ ഓയിൽ. ഏതെങ്കിലും ഓയിൽ മതി. ഇപ്പം ഞാൻ കോക്കനട്ട് ഓയിൽ എടുത്തേക്കുന്നത്. ഇപ്പം ഒലീവ് ഓയിൽ, മസ്റ്റർഡ് ഓയിൽ എന്ത് വേണമെന്ന് ചേർക്കാം. സോ ഇത്തിരി ഓയിൽ കൂടെ മതി കേസി പ്ലീസ്. സോയ സോസ് ടേസ്റ്റ് ചെയ്തു. ഇത്തിരി എങ്ങനെയാണ് ടേസ്റ്റ്? റോ ആയിട്ട് ഭയങ്കരടാ, ഉള്ളില്ല. വീര്യം കൂടുതലാണ് കാണല്ലേ? ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഓയിൽ. ഓക്കെ. എൻ്റെ അമ്മോ, നെക്സ്റ്റ് ഗൈസ് ഇത്തിരി ഓയിൽ. ഗൈസി ഇത്തിരി മതി കേട്ടോ ഗൈസ്. കൂടിപ്പോയി, ഇത്രയും വേണ്ട. കൈസിയാണ് എന്നെ തെറ്റിച്ച്. ഓക്കെ എന്നാ. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടു. ഇനി എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ട് ഇളക്കണം. അപ്പോൾ നമ്മുടെ വൻപയർ, തക്കാളി, പച്ചമുളക്, സവോള, ഇത്തിരി സോയാ സോസ്, പിന്നെ ഒരു ഇത്തിരി ഓയിൽ നിങ്ങളുടെ ഇഷ്ടം ഏത് ഓയിലാണ് യൂസ് ചെയ്യുക. പക്ഷേ നെവർ യൂസ് നമ്മുടെ സൺഫ്ലവർ ഓയിലൊന്നും കൊള്ളില്ല. ഇറ്റ്സ് നോട്ട് ഹെൽത്തി. അപ്പോൾ ഏതെങ്കിലും കോക്കനട്ട് ഓയിൽ, മസ്റ്റർഡ് ഓയിൽ, പിന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും ഓയിൽസ്. ആപ്പിൾ ഓയിൽ, ഓറഞ്ച് ഓയിൽ. Now it's time to taste. ഇനി ഉപ്പും കൂടെ ഇടണം ഇത്തിരി. പക്ഷേ എനിക്ക് ഉപ്പ് വേണ്ട. Eating this. ഇത്തിരി തക്കാളി അല്ലേ? നോക്ക. സോ ക്രീമി രസിയാ, അടിപൊളി. തക്കാളി വേണ്ടേ? തക്കാളി ഒന്നും കഴിക്കാത്ത? വേണ്ട. തക്കാളി കാണണം. അല്ല, ഉപ്പില്ല. ഉപ്പിടണ്ട. ഉപ്പ് ഇങ്ങനെ എല്ലാത്തിലും ഉപ്പ് വേണോ? ഉപ്പ് ഇയാൾ കഴിക്കുമ്പോൾ ഉപ്പിട്ട് കഴിച്ചോ. എനിക്ക് ഉപ്പ് വേണ്ട. പൊളിയല്ലേ? കഴിച്ചു വേണോ? കഴിച്ചു കൊടുക്കരുത്. ഇത്തിരി കഴിച്ചു കൊടുക്കാം. സോസൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അവൾക്ക് കൊടുക്കാൻ വേണ്ടി. ഗൈസ് ഒന്നുകൂടെ ഞാൻ പറയാം. വൻപയറാണ് ഞാൻ എടുത്തേക്കുന്നത്. പയർ ഇതിൻ്റെ കൂടെ നമുക്ക് കടലയോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ പയർ എടുത്തിട്ടുള്ള പയർ, കുറച്ച് തക്കാളി, കുറച്ച് പച്ചമുളക്, കുറച്ച് സവാള, പിന്നെ ഒരു ഇത്തിരി സോയാ സോസാണ് ഞാൻ ഒഴിച്ചത്. പിന്നെ നിങ്ങൾക്ക് വിനിഗർ വല്ലതും ഒഴിക്കണമെങ്കിൽ
ആപ്പിൾ സിഡാർ വിനിഗർ അല്ലെങ്കിൽ ഈ സാലഡ്സ് ഉണ്ടാക്കുന്ന വിനിഗർ ഉണ്ട്. അപ്പം അത് യൂസ് ചെയ്യാം. പിന്നെ ഒരു ഇത്തിരി ഓയിൽ. ദാറ്റ്സ് ഇറ്റ്. അതാണ് ഇന്ന് ഈവനിങ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം.